ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ ഗോവ ട്രിപ്പിന്റെ പാർട്ട് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് മംഗലാപുരത്താണ്. അപ്പോൾ ചായ കുടിക്കാനായിട്ട് നമ്മള് ജ്യൂസ് കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയത് കേട്ടോ. നല്ലൊരു അടിപൊളി ആംബിയൻസ് ഇങ്ങനെ ഒരു ബ്ലോക്കിൽ കണ്ടപ്പോൾ ഇറങ്ങിയത്. ഇവിടെ ബ്ലോക്ക് മുമ്പോട്ട് ബ്ലോക്ക് ആയതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇങ്ങനെ ഇറങ്ങിയത്. ഇവിടെ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കും കാര്യംസും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെന്നാൽ ഇവിടെ കയറാമെന്ന് വിചാരിച്ചു. എല്ലാം ഒരാളുടെ ഷോപ്പ് തന്നെയാണ്. പല പല സെഗ്മെന്റ്, ഒരിടത്ത് ജ്യൂസ്, ഒരിടത്ത് ഗ്രിൽ ഐറ്റംസ്, അങ്ങനെ 3-4 അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാം. നമ്മളിപ്പോ മംഗലാപുരത്ത് ഒരു സിഗ്നൽ നിൽക്കുകയാണ്. 15-20 മിനിറ്റ് ആയി സിഗ്നലായിട്ട്. അതായത് ഇവിടെ എന്തോ റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് 15-20 മിനിറ്റ് ബ്ലോക്ക് ആയി പോയി. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അജാതി ബ്ലോക്കാ. ബൈക്ക് പോയിട്ട് വരുന്ന കാൽനടക്കാരും പോലും നടക്കാൻ പറ്റത്തില്ല. അജാതി ബ്ലോക്കായി ഇവിടെ. ഞാനൊരു ഇന്നോവ ഉണ്ട്. ഇന്നോവയും എന്തോ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന വണ്ടിയാ. മറ്റേ കേരളത്തിൽ നിന്ന് കാശിക്ക് പോകുന്ന ഒരു വണ്ടിയാ. ബാക്കിൽ ഇങ്ങനെ അവര് റൂട്ട് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ബ്ലോക്ക്. അരമണിക്കൂർ, ഇപ്പൊ ഒരു അരമണിക്കൂറായില്ല ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. 20 മിനിറ്റ് ഒന്നും അല്ല, ഒരു അരമണിക്കൂർ വെച്ചുമായി. ഇവിടെ എന്തോ റോഡ് പണി നടക്കുന്നു എന്നാണ് നമ്മുടെ ഗൂഗിളിലെ ചേച്ചി പറഞ്ഞത്. നോക്കട്ടെ സത്യമാണോന്ന്. അപ്പോ നമ്മളിപ്പോ മംഗലാപുരം എത്തിയിട്ടുണ്ട്. മംഗലാപുരം കഴിഞ്ഞു. ഉടുപ്പി എത്താറായി. നമ്മളിപ്പോ റൂം ബുക്ക് ചെയ്തേക്കുന്നത് ഉടുപ്പിയിലാണ്. അപ്പോൾ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഒരു 30 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഡീസൽ അടിക്കാൻ കയറിയതാ. ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാൻ കയറിയതാ. ഒന്ന് സൂം ചെയ്തേ. ഇവിടുത്തെ ഇന്നത്തെ ഡീസൽ റേറ്റ് ലെഫ്റ്റ് 90 രൂപ 17 പൈസയാ. അപ്പോ 90, 95. അപ്പൊ 5 രൂപ ആ സംതിങ്ങേ പ്രോഫിറ്റ് ഉള്ളൂ. 10 രൂപയൊന്നും പ്രോഫിറ്റ് ഇല്ല. ഇനിയിപ്പോ തിരിച്ചു വരുമ്പോൾ മാഹിയിലെയും കൂടെ ഒന്ന് ഇറങ്ങി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വരാൻ. കഴിഞ്ഞ ദിവസം ഇവിടെ ഇവിടുത്തെ ടാക്സ് കൂട്ടിയായിരുന്നു 2-3 രൂപ. അതുകൊണ്ടാണ് റേറ്റ് വ്യത്യാസം വന്നത്. എന്നാലും കുഴപ്പമില്ല. 5 രൂപയോളം എന്തുണ്ട്, നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഫുൾ ടാങ്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉടുപ്പിയിൽ ഹോട്ടൽ പോയിട്ട് ഹോട്ടലിലെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. നമ്മളിപ്പം ഉടുപ്പി എത്തിയിട്ടുണ്ട്. സമയം 8 മണിയായിട്ടുണ്ട്. കഴിക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ. അത് മെയിൽ ആശ്രയിക്കാൻ പറയാം. നമുക്ക് ഒന്നിച്ചു പോവാം. അഡ്മിഷനാ. അപ്പൊ ഞങ്ങളിപ്പോ ഉടുപ്പിയിൽ എത്തിയിട്ടുണ്ട്. റൂമെല്ലാം ബുക്ക് ചെയ്തു പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഫുഡ് കഴിക്കാൻ കയറിയതാ. കന്നഡയാണോ, തെലുങ്കാണോ, ഹിന്ദിയാണോ എന്തെല്ലാം പറയുന്നുണ്ട്. ഞാൻ ഒപ്പിച്ചു പറക്കി 2 വെജ് ബിരിയാണിയും പിന്നെന്താ പറയുന്നത്, ഒരു ഗോബി 65 പറഞ്ഞു. നമ്മൾ ചിക്കനും ബാക്കി ഐറ്റംസും ഓർഡർ ചെയ്യുന്നില്ല. നമ്മളിപ്പോ കേരളം വിട്ടല്ലോ. കേരളം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിളിലോട്ട് തിരിയുക. വെജാണ് നല്ലത്. നമുക്ക് ഹലാലിന്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വെജിറ്റബിൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരിപ്പുണ്ട്. കുഴപ്പമില്ല. ട്രാവലിംഗ് ഇന്ന് ഏകദേശം ഒരു 550 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിൽ നിന്നും ഉടുപ്പിയിലോട്ട് 550 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ലിവയാണ്. വലിയ മടുപ്പൊന്നുമില്ല അല്ലേ? ഞങ്ങൾ ഇന്നോവയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഉള്ള മടുപ്പ് പോലും എനിക്ക് ഇതിന് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. സാധാരണ ഇന്നോവയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു മടുപ്പ് ഫീൽ ചെയ്യാറുണ്ട്. മടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര 500-550 കിലോമീറ്റർ ഓടുമ്പോൾ ശരീരത്തിനൊരു മടുപ്പ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ വണ്ടി യാത്ര സുഖമാണ്. പക്ഷെ ഇതങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ടാണ് വന്നത്. റോഡ് പണി കുറച്ചിടങ്ങളിൽ റോഡ് പണിയുണ്ട്. ബാക്കിയെല്ലാം നല്ല റോഡാണ്. മംഗലാപുരം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ റോഡാണ്. ഇനിയിപ്പോ ഉടുപ്പിയിൽ സ്റ്റേ ചെയ്യണം, ഭക്ഷണം കഴിക്കണം. രാത്രി ഇനിയിപ്പോ ഇത്രയും ടയർഡ് ആയതുകൊണ്ട് രാത്രിയിൽ ഇനി വെളിയിലോട്ടൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് റൂമിൽ കയറാമെന്ന് വിചാരിച്ചു. ഒന്ന് ഉടുപ്പിയെല്ലാം ഒന്ന് കറങ്ങിയിട്ട് റൂമിൽ കയറാം. ഇച്ചിരി ഫ്രൂട്ട്സും എല്ലാം മേടിച്ച് റൂമിൽ കയറാം. കുട്ടികളുള്ളത് കൊണ്ടേ ഇവന്മാർക്ക് രാത്രി വല്ലതും വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീടല്ലല്ലോ. ഇച്ചിരി ഫ്രൂട്ട്സും എല്ലാം മേടിച്ച് കയറാം. സച്ചപ്പൻ അവൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവൻ ഈ കുപ്പി അടപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കളഞ്ഞു.
ഇപ്പൊ ചേട്ടൻ വന്നോളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ ഗോബി 65 ഗോബി 65 65 കാണുമായിരിക്കും അല്ലേ? ഗോബി 65 എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ ചിക്കൻ 65 പോലെ ഇരിപ്പുണ്ട്. ഇനിയിപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്ന്. നമ്മൾ കേരളം വിട്ടാല് നമ്മൾ വെജാണ് ഏറ്റവും നല്ലത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? മോളും ആദ്യം ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇത് നല്ല കുക്ക, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. ഇതിപ്പോ നമ്മൾ മണാലി എല്ലാം പോകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നോർത്ത് ഇന്ത്യൻ്റെ ഒരു ടച്ചുള്ള ഫുഡാണ്, ടേസ്റ്റ് ഉണ്ട്. ഈ ബിരിയാണി എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, കണ്ടിട്ട് നല്ല ഒരു യെല്ലോയിഷ്. പിന്നെ മേളിൽ തന്നെ ഇട്ടേക്കുന്ന മല്ലിയിലായിരിക്കും. നല്ല അടിപൊളി സാധനം എത്തിയിട്ടുണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മുടെ പോലെ ഒന്നുമല്ല, ഗ്രാമ്പൂ എല്ലാം ഫസ്റ്റിലെ കാണുന്നുണ്ട് കേട്ടോ. ഗ്രാമ്പൂ നമ്മുടെ സ്വന്തം ഗ്രാമ്പൂ, നെച്ചോറ് പോലെ ഉണ്ട്. ഞാൻ ഗ്രാമ്പൂ ഇരുന്നുള്ളൂ, നോക്കട്ടെ. കുഴപ്പമില്ല. അപ്പം നമ്മളിപ്പോൾ ഇത് തകർക്കാൻ പോവാം കേട്ടോ. ഓക്കെ, ഇവിടെ ഐസ്ക്രീം തീറ്റയാ. ആ മൂക്കിലോട്ടും വായിലോട്ടും എല്ലാം കയറുന്നുണ്ട്. പൂച്ച കൊണ്ട് മീൻചട്ടി മുഖം ഇട്ട അവസ്ഥയാണ്. നോക്കിയേ, ഉണ്ടോ? ആദ്യം ജോക്കറിന്റെ കൂട്ടായിരുന്നു സർക്കസിലെ, അപ്പൊ അത് മാറി. ചാർലി ചാപ്പന്റെ കൂട്ട് മീശയെല്ലാം വന്നിട്ടുണ്ട്. ഇന്നലെ വരെ പനിയായിരുന്നു. മൂക്കിലോട് കയറ്റി പറയാടാ. അച്ചാറ് കൂട്ടാ. ഇപ്പോ ഉടുപ്പി ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഉടുപ്പിയിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തേക്കുന്നത്. 4 മിനിറ്റും കൂടെ കാണിക്കുന്നുണ്ട്. സച്ചപ്പന് ഇവിടെ ഭയങ്കര അലമ്പ. ഇവിടെ നമ്മുടെ സ്മാർട്ട് സാറൊക്കെ കണ്ടോ, അടിപൊളിയായിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടത്തൊക്കെ സാധനം മേടിച്ച ആളുകൾ ഇറങ്ങി പോവാ. ഉടുപ്പി കുഴപ്പമില്ല, നല്ലൊരു ടൗൺ, നല്ല ക്ലീൻ ആൻഡ് നീറ്റ്. ക്ലീൻ ആൻഡ് നീറ്റ് ആണ് സംഭവം, അടിപൊളിയാ. ഫുഡൊക്കെ നന്നായിരുന്നു. ഇപ്പോ നൈറ്റ് റൂമിലെത്തിയാൽ പിന്നെ ഞങ്ങൾ ഇനി കറങ്ങാൻ ഇറങ്ങുന്നില്ല. ഇപ്പൊ ഫുഡെല്ലാം കഴിച്ചിട്ട് കേറുക. ഇപ്പോ ടൗണിന്റെ വിശേഷങ്ങളൊക്കെ ഇപ്പോഴൊക്കെയാണ് നമുക്ക് കാണിക്കാൻ നിലവിലുള്ളത്. ഗൂഗിൾ മാപ്പ് വെച്ച് നമ്മൾ ഉടുപ്പിയിൽ ഹോട്ടൽ റൂമിൽ എത്തിയിട്ടുണ്ട്. ഹോട്ടൽ സെഞ്ചുറി എക്സിക്യൂട്ടീവ് ആണ് ഡീലക്സ് റൂമാണ് എടുത്തിരിക്കുന്നത്. വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തിട്ട് ഞാൻ റൂമിലെ വിശേഷങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ചേച്ചി പറഞ്ഞു യുഹ മറൈവഡ്. കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാത്തൊരു ഹോട്ടലാണ്. നമ്മൾ booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. നമ്മൾ ഹോട്ടൽ റിസപ്ഷനിലോട്ട് പതുക്കെ നീങ്ങുകയാണ്. തിരക്കേടില്ലാത്ത ഹോസ്റ്റലല്ല. അതെ, നല്ല ക്ഷീണം ഉണ്ട്. പിന്നെ അങ്ങനല്ലേ, ഉറങ്ങാൻ പോവല്ലേ, ക്ഷീണം കാണും, നോക്കാൻ പോയി. നമ്മളിപ്പോ ചെക്കിംഗ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. AC റൂമാണ്. 1500 രൂപയാണ് എൻ്റെ റെന്റ്. 500 രൂപ കോഷൻ ഡിപ്പോസിറ്റുമാർ മേടിച്ചിട്ടുണ്ട്. രാവിലെ തരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ റൂം എത്തിയിട്ടുണ്ട്. കൊള്ളാം. നല്ല ചെപ്പൽ ഇതിലെ ചെപ്പൽ കോയി പ്രോബ്ലം नहीं. ഓക്കെ. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ്. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് രാവിലെ 7:30 ആയപ്പോഴത്തേക്കും ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഡേ 2 വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അസ്സലാമു അലൈക്കും.